സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഹൃദ്രോഗത്തെക്കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പും ഹൃദയാഘാതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഓർക്കുക, ഹൃദ്രോഗം വരാതിരിക്കാനും വന്നവർക്കും ഏറ്റവും നല്ലത് നീർമരുതിൻ്റെ തോല് നന്നായിട്ട് ചെത്തിയെടുത്ത് ഉണങ്ങി പൊടിക്കണം. നന്നായി പൊടിച്ചതിന് ശേഷം 5 ഗ്രാം പൊടി രാവിലെ പാലിലും 5 ഗ്രാം പൊടി വൈകിട്ട് പാലിലും കഴിച്ചാൽ ഹൃദ്രോഗങ്ങളെ പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ കഴിയും. പഴയകാല ഏറ്റവും നല്ല അറിവായിരുന്നു ഇത്. കഴിഞ്ഞ ആഴ്ച ഞാൻ തന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ആദമാണ്. ആദം അഥവാ ശവന്നാറിപ്പൂ അഥവാ നിത്യകല്യാണി എന്നൊക്കെ പറയുന്ന ആ പൂ തന്നെയാണ് ഏറ്റവും നല്ല പൂക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗത്തെയൊക്കെ അകറ്റാവുന്ന ഒന്ന്. ഇന്ന് വേറൊരു ചെടിയുടെ പൂവുണ്ട്. ഏതായിരിക്കും? ഔഷധ ഗുണമുള്ള ഒരു നല്ല പൂവുണ്ട്, ഒരു ചെടിയിലുണ്ടാവുന്നതാണ്. അതേതായിരിക്കും? അടുത്ത ദിവസം ഈ ഉത്തരം പറയുന്നത് വരേക്ക് നിങ്ങൾക്ക് സമയമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതിന് ഒത്തിരി ആളുകൾ താല്പര്യപൂർവ്വം അത് കേൾക്കുന്നുണ്ട്, നല്ല റിവ്യൂസ് ഇടുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് 1-2 റിവ്യൂസ് കേൾക്കാം. ഹലോ ഡോക്ടർ, ഇന്നത്തെ ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, വളരെ രസമുണ്ടായിരുന്നു. സാർ, നമ്മൾ ഇതുവരെ അനേകം ഡോക്ടർമാരെയും വൈദ്യന്മാരെയൊക്കെ കണ്ടു സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരും ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കിൾ കൂടി ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പൊക്കിളിന് വരാവുന്ന ഈ ഇത്തരം അസുഖങ്ങൾക്കുള്ള ഒരു പരിഹാരത്തെ പറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നമസ്കാരം സാർ, വളരെ മനോഹരമായി ക്ലാസ്സുകൾ സാർ നയിക്കുന്നുണ്ട്. ആന്റണി സാറേ, ഞാൻ സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി കൂടുന്നതാണ്, നല്ലതാണ്, നല്ല അനുഭവങ്ങളാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.